മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്തിന്റെ ഹൃദയം കൊല്ലം സ്വദേശിയായ 13-കാരിക്ക് മാറ്റിവെക്കും എന്ന വാർത്ത വന്നത് അല്പസമയം മുൻപാണ്. പരിശോധനാഫലം പോസിറ്റീവായി. ബിൽജിത്തിന്റെ ഹൃദയം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോകും എന്നാണ് അവിടെ നിന്നും അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ തത്സമയം ചേരുന്നുണ്ട്. ശ്യാം, മിനിറ്റുകൾക്കകം തന്നെ അവിടെ നിന്നും ഹൃദയവുമായി പുറപ്പെടാൻ കഴിയും എന്നാണോ മനസ്സിലാക്കേണ്ടത്? എത്ര സമയമെടുക്കും അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ? നേരത്തെ ഡോക്ടർ ജോസ് പെരിയപുറം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് 45 മിനിറ്റിനകം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ഈ ഹൃദയവുമായി ലിസി ആശുപത്രിയിലേക്ക് ആംബുലൻസ് പുറപ്പെടും എന്നുള്ളതാണ്. ഏതായാലും ആ ശസ്ത്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരേ സമയം തന്നെ ആന്തരികാവയവങ്ങളെല്ലാം മാറ്റേണ്ടതിനാൽ ആ ശസ്ത്രക്രിയ ഒരു കൂട്ടം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അത് വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ആന്തരിക അവയവങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ശസ്ത്രക്രിയ അല്പസമയത്തിനകം പൂർത്തീകരിക്കും. ആദ്യമായി ആംബുലൻസിലേക്ക് കയറുന്നത് ആ ഹൃദയമായിരിക്കും. അത് ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് അകമ്പടിയോടെ ഇവിടെ നിന്ന് 20 മിനിറ്റാണ് ലിസി ആശുപത്രിയിലേക്കുള്ള ദൂരമായി ഇപ്പോൾ പോലീസ് കണക്കാക്കിയിരിക്കുന്നത്. ആ 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിക്കും. ആ സമയം തന്നെ അവിടെ ശസ്ത്രക്രിയയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ശസ്ത്രക്രിയയുടെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാകും ഹൃദയവുമായി ആംബുലൻസ് ലിസി ആശുപത്രിയിൽ എത്തുക. പുലർച്ചെ 4 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് നേരത്തെ ഡോക്ടർമാരും പറഞ്ഞത്. അതിനുശേഷം ആ കുട്ടിയെ 13 വയസ്സുകാരിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. കുട്ടി ഇതുവരെ ഉള്ളതെല്ലാം കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി ഇവിടെ നിന്ന് ഹൃദയവുമായി പുറപ്പെടുന്നതും അത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാം, ഇതിന്റെ ഈ ശസ്ത്രക്രിയയെക്കുറിച്ച്, ഇതിന്റെ സങ്കീർണതകളെ കുറിച്ച് ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇത് 18-കാരനാണ് ദാതാവ്, ഒപ്പം തന്നെ 13-കാരിയാണ് സ്വീകർത്താവ്. ഈ പ്രായവ്യത്യാസമുണ്ട്. ഇതൊക്കെ സങ്കീർണതകളാണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായി അവിടെ ആരോഗ്യ വിദഗ്ധർ സംസാരിച്ചിരുന്നോ? പ്രജിൻ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് ഈ ഹൃദയ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത്. അത്തരത്തിൽ ഉള്ള ഒന്നിലധികം ഡോക്ടർമാർ മുൻപും ഇത്തരത്തിലുള്ള സങ്കീർണമായ സർജറികൾ ചെയ്ത ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലും അവരുടെ കരുതലിലും കൂടി നടക്കുന്ന ഈ ശസ്ത്രക്രിയയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഏതായാലും അതിന്റെ നടപടിക്രമങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ ജോസ് പെരിയപുറം ഇങ്ങോട്ട് നേരിട്ട് തന്നെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഡോക്ടർ ജോ ജോസഫ് ഉണ്ടായിരുന്നു. രണ്ടുപേരും അല്പസമയം മുമ്പാണ് ഇവിടുത്തെ ആ ഹൃദയം പുറത്തേക്ക് എടുക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിച്ച ശേഷം അവരുടെ ടീമിനെ അക്കാര്യങ്ങൾ ഏൽപ്പിച്ച് അതിന്റെ മറ്റൊരുക്കങ്ങൾക്ക് വേണ്ടി ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെടുകയും ചെയ്തത്. ഏതായാലും നിരവധി വലിയ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ ജോസ് പെരിയപുറത്തെ പോലുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിജയകരമായി തന്നെ ശസ്ത്രക്രിയ പൂർത്തീകരിക്കുകയും 13-കാരി പൊതുജീവിതത്തിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഡോക്ടർമാരും നേരത്തെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ശ്യാം, നേരത്തെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം സംസാരിച്ചത് ഒന്നുകൂടി കേൾക്കാം മാധ്യമങ്ങൾക്ക് മുന്നിൽ. പൂർത്തിയായിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ നമ്മൾ അവയവങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പോൾ നമ്മൾ ഹാർട്ടും ബാക്കിയുള്ള അവയവങ്ങളും എല്ലാം നമുക്ക് ഡൊണേഷന് സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ലിസിയിലേക്ക് പോയിട്ട് അവിടുത്തെ നമ്മൾ സ്വീകർത്താവിനെ ഒരുക്കുക എന്നുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഹൃദയവുമായിട്ട് മറ്റുള്ള ടീം അംഗങ്ങൾ താഴേക്ക് വരിക, ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സാധാരണഗതിയിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം എടുക്കും ഹൃദയം അവിടെ എത്തിച്ചേർന്നതിന് ശേഷം. അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സർജറി കഴിഞ്ഞ് ICUയിലേക്ക് കുട്ടിക്ക് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവുകയാണെങ്കിൽ. അജിൻ ഈസ് ഡൂയിങ് വെരി വെൽ, നന്നായിരിക്കുന്നു. വെന്റിലേറ്ററിലാണ്. എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ നാളെ രാവിലെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. യെസ്, അതുതന്നെയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ആദ്യം നേരത്തെ ലിസിയിൽ നിന്നും അങ്കമാലിയിലേക്ക് വന്ന ഡോക്ടേഴ്സിന്റെ സംഘം തിരികെ ലിസിയിലേക്ക് ആദ്യം മടങ്ങുന്നു. അവരവിടെ പോയി കാര്യങ്ങൾ സജ്ജീകരിക്കുന്നു, ശസ്ത്രക്രിയയുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നു. പിന്നാലെ 45 മിനിറ്റ് കൊണ്ട് തന്നെ ഹൃദയം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് 3 മണിക്കൂറാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സമയം. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഏതാണ്ട് പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഡോക്ടർ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആദ്യം ഡോക്ടർ സൂചിപ്പിച്ചതാണ് ബിൽജിത്തിൻ്റെ ശരീരഭാഗങ്ങൾ, വിവിധ അവയവങ്ങൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് മാറ്റിവെക്കാൻ കഴിയും എന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആദ്യം
പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.